One of the first requirements to go through this needle's eye ഈ സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതിന് നമ്മെ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. is to be small in our own eyes. നമ്മുടെ കണ്ണിൽ തന്നെ നാം ചെറിയവരായിരിക്കണം. God gives grace to the humble. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത്. And God resists the proud. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കും. That verse is found in James chapter 4. യാക്കോബ് 4-ാം അധ്യായത്തിൽ നാം ആ വാക്യം വായിക്കുന്നു. James 4 and verse 6. യാക്കോബ് 4-ാം അധ്യായം 6-ാം വാക്യം. God gives grace, resists the proud, but he gives grace to the humble. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. And he repeats it 3-4 pages later in 1 Peter 5 verse 5. 3-4 പേജുകൾക്ക് ശേഷം 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. I wonder why God repeated it. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഈ വാക്യം ആവർത്തിച്ചത് എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. Because he knows a lot of people read the Bible very fast and they miss out something important. പല ആളുകളും വളരെ പെട്ടെന്ന് ദൈവവചനം വായിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ അവർ വിട്ടുപോകും. അതുകൊണ്ടാണ് ദൈവം ആവർത്തിച്ചിരിക്കുന്നത്. He repeats it. അതെ, ദൈവം അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. God gives his grace only to the humble. ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത്. When Christians divide Christians, they do it in many ways. ആളുകൾ ക്രിസ്ത്യാനികളെ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുമ്പോൾ അവർ പല രീതിയിൽ ചെയ്യാറുണ്ട്. Roman Catholics and Protestants, റോമൻ കത്തോലിക്കക്കാർ, പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽപ്പെട്ടവർ, or those who take child baptism and believers baptism, അല്ലെങ്കിൽ ശിശുസ്നാനം എടുക്കുന്നവർ, വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നവർ, Pentecostals, non-Pentecostals, പെന്തക്കോസ്തുകാർ അല്ലാത്തവർ, or even upper caste, lower caste, അല്ലെങ്കിൽ അവര് ഉന്നത ജാതിയിൽപ്പെട്ടവർ, താണജാതിയിൽപ്പെട്ടവർ. But when God draws a line among Christians, എന്നാൽ ദൈവം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു രേഖ, ഒരു വര വരച്ചവരെ വേർപിരിച്ചാൽ he separates between the humble and the proud. നിഗളികളെയും താഴ്മയുള്ളവരെയും തമ്മിൽ അവൻ വേർതിരിക്കും. And you know which side of that line you are. ഈ രേഖയുടെ ഏത് ഭാഗത്താണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം. We are all very humble when we are born as little babies. കുഞ്ഞുങ്ങളായി ജനിക്കുമ്പോൾ നാം എല്ലാവരും തന്നെ താഴ്മയുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. Everyone. എല്ലാവരും തന്നെ. But it's over a period of time, as we accomplish certain things or accumulate some things. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞ് നാം ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിക്കഴിയുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ അപ്പോഴാണ് നിഗളികളായിത്തീരുന്നത്. Our name is known to others. മറ്റുള്ളവർക്ക് നമ്മുടെ പേരൊക്കെ നാം അറിയപ്പെട്ടവരായിത്തീരുന്നു. Then we begin to become a little proud. അതിനുശേഷം നമ്മൾ കുറച്ച് നമ്മളെക്കുറിച്ച് തന്നെ നിഗള ചിന്തകൾ ഉള്ളവരായിത്തീരും. Immediately God begins to oppose us. ഉടനെ തന്നെ ദൈവം നമ്മെ എതിർക്കുവാനായിട്ട് തുടങ്ങും. You can't say, Lord, don't do it. ദൈവമേ അങ്ങനെ ചെയ്യരുത് എന്ന് ദൈവത്തോട് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. I'm your child. ദൈവമേ, ഞാൻ അങ്ങയുടെ മകനാണല്ലോ, don't oppose me. എന്നെ എതിർക്കല്ലേ. That's like telling the law of gravity, please, this is a Bible, don't pull it down. ഇത് ഭൂഗുരുത്വാകർഷണ ആ നിയമത്തോട് പറയുന്നത് പോലെയാണ്. ഇത് വേദപുസ്തകമാണ്, ഈ നിയമമേ ഇതിനെ താഴോട്ട് വലിക്കരുതേ. Other things you can pull down, but this is a Bible. മറ്റെല്ലാ കാര്യങ്ങളെയും ഈ ഭൂഗുരുത്വം ആകർഷിക്കാനായിട്ട് കഴിയും, പക്ഷെ ഇത് വേദപുസ്തകമാണ്, ഇതിനെ താഴോട്ട് വലിക്കരുത്. The law of gravity says, I don't care what book it is. എന്നാൽ ഈ ഭൂഗുരുത്വ ആകർഷണ നിയമം പറയുന്നത് ഏത് ബുക്കാണ് എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, ഏതാണെങ്കിലും ഞാൻ താഴോട്ട് വലിക്കും. It's a law God has made. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. See, if you go to the roof and jump down, the law of gravity is not going to check up whether you're a believer or unbeliever first. നിങ്ങൾ ഈ മേൽക്കൂരയ്ക്ക് മുകളിൽ പോയി നിന്ന് താഴോട്ട് ചാടിയാൽ ഭൂഗുരുത്വാകർഷണ നിയമം നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് നോക്കിയിട്ട് നിങ്ങളെ താഴേക്ക് വരുന്നതിൽ നിന്ന് തടയുകയില്ല. You'll fall down and break your head. നിങ്ങൾ ആരാണെങ്കിലും താഴെ വീണ് നിങ്ങളുടെ തല പൊട്ടും. It's like that. അത് അങ്ങനെ തന്നെയാണ്. It doesn't matter who you are, God resists the proud. നിങ്ങൾ ആരാണെങ്കിലും നിഗളിയാണെങ്കിൽ ദൈവം നിങ്ങളെ എതിർത്ത് നിൽക്കും.
But if you're humble, എന്നാൽ നിങ്ങൾ താഴ്മയുള്ള ആളാണെങ്കിൽ God gets behind you and pushes you forward. He gives you grace. ദൈവം നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങൾക്ക് കൃപ നൽകി നിങ്ങളെ ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുപോകും. If you want to know why you are not making more progress in your Christian life, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടും വണ്ണം പുരോഗമിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, and by progress I mean becoming more Christ-like. പുരോഗതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നിങ്ങൾ അനുരൂപരായി തീരാത്തത് എന്തുകൊണ്ടാണ്? Overcoming anger, നിങ്ങളുടെ കോപത്തെ നിങ്ങൾ ജയിക്കുന്നത്, overcoming dirty thoughts, തെറ്റായ ചിന്തകളെ നിങ്ങൾ മേൽക്കൊള്ളുന്നത്, and being a greater blessing to other people. മറ്റുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹമായി തീരുന്ന ഒരു വ്യക്തിയായി മാറുക. The reason is that God is not pushing you forward. അപ്രകാരം നിങ്ങൾക്ക് സാധിക്കാത്തതിന്റെ കാരണം ദൈവം നിങ്ങളെ പുറകിൽ നിന്ന് തള്ളി നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതുകൊണ്ട്. Devil and your lusts are pushing you back. പിശാചും നിങ്ങളുടെ മോഹങ്ങളും നിങ്ങളെ പുറകോട്ടാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. And God is also pushing you back. ദൈവവും നിങ്ങളെ പുറകോട്ട് തള്ളുന്നു. Because he sees that you are proud. കാരണം ദൈവം നോക്കുമ്പോൾ നിങ്ങൾ നിഗളിയാണ് എന്ന് ദൈവം കാണും. Some are more proud than others. ചിലർ മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചുകൂടെ നിഗളമുള്ളവരാണ്. So God pushes them more. അതുകൊണ്ട് ദൈവം അവരെ കുറച്ചുകൂടെ കൂടുതൽ പുറകോട്ട് തള്ളുന്നു. That is the number one reason why some believers remain in the same level year after year after year. അതുകൊണ്ടാണ് വർഷം കഴിയുന്തോറും വീണ്ടും വീണ്ടും പല വർഷങ്ങൾക്ക് ശേഷവും ചില വിശ്വാസികൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ പുരോഗമിക്കാതെ ഒരേ രീതിയിൽ ഇരിക്കുന്നു. I've seen that in some people whom I have preached to for 30 years in my church. ഞാനായിരിക്കുന്ന എന്റെ സഭയിൽ കഴിഞ്ഞ 30 വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലും ഞാൻ അത് കണ്ടിട്ടുണ്ട്. Not everybody in a CFC church is humble. CFC സഭയിലുള്ള എല്ലാ ആളുകളും താഴ്മയുള്ളവരല്ല. If they were, they would be making progress like a rocket. അവർ യഥാർത്ഥത്തിൽ താഴ്മയുള്ളവരാണ് ആയിരുന്നെങ്കിൽ അവര് ഒരു റോക്കറ്റ് മുമ്പോട്ട് പോകുന്നത് പോലെ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവർ കൂടുതൽ പുരോഗമിക്കുമായിരുന്നു. I see some of them year after year after year and I can discern they are in the same level spiritually. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒട്ടും മുമ്പോട്ട് പോകാതെ പുറകോട്ട് പോകുന്നവരോ അല്ലെങ്കിൽ അതേ നിലയിലായിരിക്കുന്നവരോ ഉള്ള ആളുകളെ ഞാൻ കാണുന്നു. And I don't want to judge them. അവരെ വിധിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. But I know God is not pushing them forward. പക്ഷെ എനിക്കറിയാം ദൈവം അവരെ മുമ്പോട്ട് ഉന്തി തള്ളി മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. You think if God started pushing you forward from the time you were born again, you would be in the same condition as you are in today? നിങ്ങൾ വീണ്ടും ജനിച്ച് ആ കാലം മുതൽ തന്നെ ദൈവം ഇപ്രകാരം ദൈവത്തിന്റെ കൃപ നൽകി നിങ്ങളെ മുമ്പോട്ട് ഉന്തി തള്ളി കൊണ്ടുപോയിരുന്നിരുന്നു എങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം ഇന്നത്തെ അവസ്ഥ പോലെ ആയിരുന്നിരിക്കുമോ? No devil, no lust in the flesh could have opposed the mighty power of God pushing you forward. ദൈവത്തിന്റെ ആ അമിതമായ അത്യന്ത ശക്തി നിങ്ങളെ ഉന്തി തള്ളി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പിശാചിനോ നിങ്ങളുടെ മോഹങ്ങൾക്ക് ഒന്നും നിങ്ങളെ തടയുവാനായിട്ട് പുറകോട്ട് തള്ളുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു. Why is it married couples 25 years after they get married still shout and yell at each other? വിവാഹം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞിട്ട് ദമ്പതികൾ അന്യോന്യം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കോപത്തിൽ സംസാരിക്കുന്നതിന്റെ കാരണം എന്താണ്? God is not pushing them forward. ദൈവം അവരെ ഉന്തി തള്ളി ദൈവത്തിന്റെ കൃപ നൽകി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. You think God is happy to see them fighting and yelling at each other in the house? അന്യോന്യം പോരാടുകയും വഴക്കിടുകയും ഒച്ചയിടുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നത് ദൈവത്തിന് സന്തോഷമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? You think God is happy with his children lusting in their thoughts against women? തന്റെ മക്കൾ സ്ത്രീകളെ തങ്ങളുടെ മനസ്സിൽ ചിന്തയിൽ മോഹിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? You think God is happy with his children watching internet pornography secretly? രഹസ്യമായി തന്റെ മക്കൾ ഇന്റർനെറ്റ് പോണോഗ്രാഫി അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് ദൈവത്തിന് സന്തോഷമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? And looking at dirty pictures and watching dirty movies in secret? രഹസ്യമായി ഇപ്രകാരമുള്ള അശ്ലീല ചിത്രങ്ങളും അശ്ലീല സിനിമകളും ഒക്കെ കാണുന്നത് ദൈവത്തിന് സന്തോഷമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? He is not happy. ദൈവത്തിന് സന്തോഷമേ അല്ല. Why do so many of his children do all this? എന്നാൽ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അനേക മക്കൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? Because God is not stopping them. കാരണം ദൈവം അവരെ തടഞ്ഞു നിർത്തുന്നില്ല. They are not humble. അവര് താഴ്മയുള്ളവരല്ല. So when the devil pushes them back, God also pushes them back. പിശാച് അവരെ പുറകോട്ട് തള്ളുമ്പോൾ ദൈവവും അവരെ പുറകോട്ട് തള്ളും. Remember this, my dear brothers and sisters. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ഈ കാര്യം ഓർക്കുക. These two verses I showed you in James 4 and 1 Peter 5. യാക്കോബ് 4-ാം അധ്യായത്തിലും 1 പത്രോസ് 5-ാം അധ്യായത്തിലും ഞാൻ നിങ്ങളെ കാണിച്ച രണ്ട് വാക്യങ്ങൾ. God resists the proud. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. He gives grace or he supports the humble.
താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു, താഴ്മയുള്ളവരെ അവൻ സഹായിക്കുന്നു. I want God to get behind me and push me forward. എന്റെ പുറകിൽ നിന്ന് എന്നെ തള്ളി മുമ്പോട്ട് ദൈവം കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. All the demons of hell will not be able to stop me then. അങ്ങനെ ദൈവം എന്നെ തള്ളുന്നുവെങ്കിൽ, ദൈവം എന്നെ മുമ്പോട്ട് ഉന്തി തള്ളുന്നുവെങ്കിൽ, നരകത്തിലെ ഓരോ പിശാചിനും എന്നെ തടയുവാനായിട്ട് All of കഴിയില്ല. them together won't be able to stop me. അവരെല്ലാവരും കൂടെ വന്നാലും എന്നെ തടയുവാനായിട്ട് കഴിയുകയില്ല. All the lusts in my flesh will not be able to stop me. എന്റെ ജഡത്തിലെ എല്ലാ മോഹങ്ങളും കൂടെ ചേർന്ന് വന്നാലും എന്നെ തടയുവാനായിട്ട് കഴിയുകയില്ല. I will not move forward slowly. I will move forward like a rocket. ഞാൻ വളരെ പതുക്കെയല്ല ഞാൻ മുമ്പോട്ട് പോവുക, ഒരു റോക്കറ്റിനെ പോലെ വളരെ വേഗത്തിൽ എനിക്ക് എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗമിക്കുവാനായിട്ട് കഴിയും. My spiritual growth will be in miles and miles every year. ഓരോ വർഷവും മൈലുകൾ എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വളരുവാനായിട്ട് കഴിയും. If God is pushing me from the back, പുറകിൽ നിന്ന് ദൈവം എന്നെ തള്ളി മുമ്പോട്ട് I will be overcoming sin after sin after sin in my life. എന്റെ വ്യക്തി ജീവിതത്തിൽ ഓരോ പാപത്തെയും എനിക്ക് ജയിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. And instead of me being afraid of the devil will be afraid of me. ഞാൻ പിശാചിനെ പേടിച്ചിരിക്കുന്നതിന് പകരം പിശാച് എന്നെ പേടിക്കും. All you need God to get behind you and push you forward. ഇപ്രകാരമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാകണം എങ്കിൽ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ ഉന്തി തള്ളി മുമ്പോട്ട് And for കൊണ്ടുപോകുന്നു. that you just have to be small in your own eyes. എന്നാൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നതിന് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ ചെറിയവരായിരിക്കണം. You know, some of the Old Testament stories are written for our instruction. പഴയ നിയമത്തിലെ ചില കഥകളൊക്കെ നമുക്ക് ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. Look at two kings in the Old Testament പഴയ നിയമത്തിലെ രണ്ട് രാജാക്കന്മാരെ അവരുടെ and see how they disobeyed God. അവരെങ്ങനെയാണ് ദൈവത്തെ ഇതോടെ അനുസരണക്കേട് And കാണിച്ചത്. you decide who you think is worse. അതിൽ ആരാണ് കൂടുതൽ മോശക്കാരനായ വ്യക്തി എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. Number one is King Saul. ഒന്ന് ശൗൽ രാജാവ്. One day God told him, go and kill all the Amalekites and all its animals and sheep and everything. നീ പോയി അമാലേക്യരുടെ എല്ലാ മൃഗങ്ങളെയും അവരുടെ ആടുമാടുകളെയും ഒക്കെ നീ കൊന്ന് നശിപ്പിക്കണമെന്ന് ദൈവം അവനോട് പറഞ്ഞു. And he killed the bad sheep but kept the good sheep. അവൻ മോശം ആടുകളെയൊക്കെ കൊന്നു, പക്ഷെ നല്ല ആടുകളെ അവൻ കൊല്ലാതെ സൂക്ഷിച്ചു. He said, I will offer this good sheep to God as sacrifice. അവൻ പറഞ്ഞത്, ഞാൻ ഈ നല്ല ആടുകളെ ദൈവത്തിന് യാഗം കഴിക്കുവാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. But what did God tell him? എന്നാൽ ദൈവം അവനോട് എന്താണ് പറഞ്ഞത്? Kill all of them. എല്ലാറ്റിനെയും നീ നശിപ്പിക്കുക, കൊല്ലുക, നിർമൂലമാക്കുക എന്നാണ് ദൈവം പറഞ്ഞത്. He didn't do it. എന്നാൽ അവൻ അത് ചെയ്തില്ല. Here's another king. ഇതാ ഇവിടെ മറ്റൊരു രാജാവ്. His name is David. അവന്റെ പേര് ദാവീദ് എന്നാണ്. He, instead of going to battle one day like all kings did, he decided to stay at home. രാജാക്കന്മാരൊക്കെ അവര് യുദ്ധം ചെയ്യുവാൻ പോകുന്ന ആ സമയത്ത് അവൻ യുദ്ധത്തിന് പോകാതെ അവന്റെ ഭവനത്തിൽ അവൻ ഇരുന്നു. In those days, kings, generals of the army. ആ കാലഘട്ടങ്ങളിൽ, ആ നാളുകളിൽ രാജാക്കന്മാരായിരുന്നു ആർമിയെ നയിച്ചുകൊണ്ട് ജനറലായിട്ട് മുമ്പിൽ പോയിട്ടിരുന്നു. When they went in front of the army, they didn't sit at the back like nowadays. ഇന്ന് ഈ കാലഘട്ടത്തിൽ ആളുകൾ പുറകിലിരിക്കുന്നത് പോലെ ആയിരുന്നില്ല. അന്ന് രാജാക്കന്മാരാണ് പട നയിച്ചിരുന്നത്. And he didn't do that. He sent somebody else and he went to sleep. എന്നാൽ ദാവീദ് അത് ചെയ്യാതെ മറ്റാരെയോ അയച്ചിട്ട് അവൻ തന്റെ ഭവനത്തിൽ ഉറങ്ങുവാനായിട്ട് പോയി. He woke up in the afternoon ഉച്ച കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് and he decided to take a walk on the terrace. തന്റെ വീടിന്റെ ടെറസിൽ ഒന്ന് നടക്കുവാനായിട്ട് തീരുമാനിച്ചു. He looked over the wall and he saw a woman having a bath. അവൻ ആ മതിലിന് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. And she was very pretty. വളരെ ആകർഷണം തോന്നുന്ന ഒരു സ്ത്രീ. You know, kings could do anything those days. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് എന്തും ചെയ്യാമായിരുന്നു. Didn't matter whether that was unmarried woman or married woman, doesn't make a difference. അത് വിവാഹിതയാണോ വിവാഹം കഴിച്ചിട്ടില്ലയോ എന്താണെങ്കിലും രാജാക്കന്മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. He said, bring her here. അവളെ കൊണ്ടുവരിക എന്നവൻ പറഞ്ഞു. Committed adultery with her. അവളുമായിട്ട് അവൻ വ്യഭിചാരം ചെയ്തു. And then when he feared that her husband may find out, തന്റെ ഭർത്താവ് അറിയും എന്ന് മനസ്സിലാക്കിയപ്പോൾ he allowed the husband to go to battle and be killed. അവളുടെ ഭർത്താവിനെ യുദ്ധത്തിലേക്ക് അയച്ച് കൊല്ലുവാനായിട്ട് അവൻ അനുവദിച്ചു. And he married this woman. ഈ സ്ത്രീയെ അവൻ വിവാഹം കഴിച്ചു. Now tell me, who would you think is the worst of these two? ഈ രണ്ട് രാജാക്കന്മാരിൽ കൂടുതൽ മോശക്കാരൻ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? I know all of us would say, definitely David. എന്നാൽ നാം എല്ലാവരും തന്നെ പറയും തീർച്ചയായിട്ടും ദാവീദാണ് ഈ രണ്ടു പേരിൽ
കൂടുതൽ മോശക്കാരനായ രാജാവ്. What did Saul do? He, instead of killing all the sheep, he killed all the bad sheep and kept the good sheep with a good intention. ശൗല് ചെയ്തത് എന്ത് തെറ്റാണ്? അവൻ നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ എല്ലാ ആടുകളെയും കൊല്ലാതെ ചില ആടുകളെ അവൻ നല്ല ഉദ്ദേശത്തിനായി സൂക്ഷിച്ചു. Here is a man who lusted after a woman, grabbed her, killed her husband and married her. എന്നാൽ ഇതാ ഇവിടെ അവൻ ഒരു സ്ത്രീയെ മോഹിച്ചു, അവളെ പിടിച്ചു കൊണ്ടുവന്നു, അവളുടെ ഭർത്താവിനെ കൊന്നു. Why did David survive and get into God's kingdom? എന്തുകൊണ്ടാണ് ദാവീദ് ഈ സാഹചര്യത്തിൽ നിന്നും അവൻ മുമ്പോട്ട് പോയി ദൈവരാജ്യത്തിലേക്ക് അവന് പ്രവേശനം ലഭിക്കുവാനുള്ള കാരണം എന്താണ്? Why did Saul go to hell? എന്തുകൊണ്ടാണ് ശൗൽ നരകത്തിലേക്ക് പോയത്? There is only one reason. അതിനൊറ്റ കാരണമേ ഉള്ളൂ. And you need to understand that. ആ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Samuel the prophet came to Saul and told him. ശമൂവേൽ പ്രവാചകൻ ശൗലിന്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞത് 1 Samuel 15 1 ശമൂവേൽ 15-ാം അധ്യായം and verse 17. 15-ാം അധ്യായം 17-ാം വാക്യം. The first part of that verse. ആ വാക്യത്തിന്റെ ആരംഭഭാഗം, There was a time when you were small in your own eyes. നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്ന ഒരു സമയം. That is the thing. അതാണ് Saul, once upon a time you were small in your own eyes. ശൗലേ, നീ ഒരു കാലത്ത് നിന്റെ സ്വന്തം കാഴ്ചയിൽ ചെറിയവനായിരുന്നു. You would do anything God said. ദൈവം എന്തു പറഞ്ഞാലും നീ But ചെയ്യുമായിരുന്നു. now, having been a king for so many years, എന്നാൽ ഇപ്പോൾ ഒരു രാജാവായി അനേക വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. you have become so big in your own eyes. നിന്റെ കണ്ണിൽ നീ വലിയവനായി തീർന്നിരിക്കുന്നു. And you feel you can ignore the commandment of God. ദൈവത്തിന്റെ കൽപ്പനയെ നിനക്ക് അവഗണിക്കാം എന്നൊരു ചിന്ത നിനക്ക് വന്നിരിക്കുന്നു. That's why he lost the kingdom. അതുകൊണ്ടാണ് അവന് രാജ്യം നഷ്ടപ്പെട്ടത്. And even when he confessed his sin to Samuel, തന്റെ പാപം അവൻ ശമൂവേലിനോട് ഏറ്റു പറഞ്ഞപ്പോൾ പോലും he said, അവൻ ഇങ്ങനെയാണ് verse പറഞ്ഞത്, 30. 30-ാം വാക്യം. See how he confesses his sin. അവൻ തന്റെ പാപത്തെ അവൻ ഏറ്റു പറയുന്നത് എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കുക. Almost telling Samuel privately, okay, I have sinned. അവൻ വളരെ രഹസ്യമായിട്ട് ശമൂവേലിനോട് പറയുകയാണ്, ശരി, ഞാൻ പാപം ചെയ്തു, But honor me before these elders. എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ എന്നെ മാനിക്കണം. Come with me as we go to worship God so that people don't think something is wrong with me. ഞാൻ ദൈവമായ യഹോവയെ നമസ്കരിക്കും പോകുമ്പോ നീ എന്നോട് കൂടെ വരണം. കാരണം മറ്റുള്ള ആളുകൾ എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് ആളുകൾ ചിന്തിക്കരുത്. Let them continue to have a good impression about me. എന്നെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു നല്ല ധാരണ തുടർന്ന് ഉണ്ടാകട്ടെ. He knew he did wrong. അവൻ തെറ്റാണ് ചെയ്തത് എന്ന് അവൻ He അറിയാമായിരുന്നു. didn't want anybody else to know it. എന്നാൽ മറ്റാരും അത് He അറിയുവാനായിട്ട് അവൻ wanted to be ആഗ്രഹിച്ചു. big in other people's eyes. മറ്റുള്ളവരുടെ കണ്ണിൽ വലിയവനായിട്ടിരിക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. God removed him from the kingdom. ദൈവം അവന്റെ രാജ്യത്തെ നീക്കി അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. David also sinned. ദാവീദ് പാപം ചെയ്തു. You know what he did when his sin was exposed to him by another prophet? എന്നാൽ മറ്റൊരു പ്രവാചകൻ ദാവീദിന്റെ പാപത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാമോ? He wrote a psalm. അവനൊരു സങ്കീർത്തനം എഴുതി. Psalm 51. സങ്കീർത്തനം 51. And there you see his humility. അവിടെ ദാവീദിന്റെ താഴ്മയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And he says basically in that psalm, Lord, I am the one who has sinned. ആ സങ്കീർത്തനത്തിൽ അവൻ പറഞ്ഞത് അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്, ദൈവമേ, ഞാനാണ് പാപം ചെയ്തത്. Let the whole world know it. മുഴുവൻ ലോകവും അത് അറിഞ്ഞോട്ടെ. I don't want to pretend that I'm good when I'm not. ഞാൻ നല്ലവനല്ലാതിരിക്കെ നല്ലവനാണെന്നുള്ളൊരു ധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. I don't want to deceive people. മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Be merciful to me. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. He kept the kingdom. തനിക്ക് തന്റെ രാജ്യം നഷ്ടപ്പെട്ടില്ല. What do you learn from this Old Testament story? ഈ പഴയ നിയമ കഥയിൽ നിന്നും നാം എന്താണ് പഠിക്കുന്നത്? One thing. ഒരു കാര്യം, God does not put adulterers one side, non-adulterers the other side. വ്യഭിചാരികൾ ഈ ഭാഗത്ത് നിൽക്കട്ടെ, വ്യഭിചാരം ചെയ്യാത്തവർ ഈ ഭാഗത്ത് നിൽക്കട്ടെ. അങ്ങനെയല്ല ദൈവം മനുഷ്യരെ വേർപിരിക്കുന്നു. He divides people according to those who are humble and those who are proud. ആരൊക്കെയാണ് നിഗളികൾ, ആരൊക്കെയാണ് താഴ്മയുള്ളവർ, ഇങ്ങനെയാണ് ദൈവം ആളുകളെ വേർപിരിക്കുന്നത്. You must understand that. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. Don't glory over the people who have committed adultery, saying I'm better than them. വ്യഭിചാരം ചെയ്ത ആളുകളെ നോക്കി ഞാൻ അവരെക്കാട്ടിലും കുറച്ചുകൂടെ മെച്ചമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുകഴരുത്. I'll tell you honestly why some of you have not committed adultery. നിങ്ങളിൽ
ചിലരൊക്കെ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം. It's not because of you. നിങ്ങൾ ഒരു നല്ല വ്യക്തി ആയതുകൊണ്ടല്ല. That's the first thing you need to understand. നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം അതാണ്. Your parents brought you up in a better way than that adulterer's parents. ആ വ്യഭിചാരിയായി അവസാനിച്ച ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടു വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. You did not find the convenient circumstances to commit adultery that fellow found. ആ വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് വ്യഭിചാരം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചില്ല. These are the reasons. ഇതൊക്കെയാണ് അതിന്റെ കാരണം. You were not tempted as strongly as that person was. ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പോലെ ശക്തമായ ഒരു പരീക്ഷ നിങ്ങൾക്ക് വന്നില്ല. So don't glory. അതുകൊണ്ട് നിങ്ങൾ ഒരു പാപം ചെയ്തില്ല എന്നുള്ളതിൽ നിങ്ങൾ പുകഴരുത്. Don't look down on that person. ആ വ്യക്തിയെ നോക്കി നിങ്ങൾ പുച്ഛത്തോടെ നോക്കരുത്. That's how the Pharisees brought a woman caught in adultery to Jesus. പരീശന്മാർ അങ്ങനെയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്നത്. It's almost a repetition of Saul and David in that story. ആ കഥയിൽ ശൗലിന്റെയും ദാവീദിന്റെയും ഒരു കഥയുടെ ഒരു പുനരാവിഷ്കരണമായിരുന്നു. Here are these holy Pharisees who have never committed adultery. ഒരിക്കലും വ്യഭിചാരം ചെയ്യാത്ത വിശുദ്ധരായ പരീശന്മാർ ഇതാ ഒരു വശത്ത് നിൽക്കുന്നു. Here is this poor woman who was caught in adultery. ഇതാ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പാവം സ്ത്രീ മറ്റൊരു വശത്ത്. And they bring her to Jesus. അവളെ യേശുവിന്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുവന്നു. Now what do you see there? അവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? At the end of that story, ആ കഥയുടെ അവസാനം there's not one Pharisee there. അവിടെ ഒരു പരീശൻ പോലും അവിടെ ഇല്ല. It's only Jesus and that woman caught in adultery. അവിടെ ഇതാ യേശുക്രിസ്തുവും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയും മാത്രം അവശേഷിച്ചിരിക്കുന്നു. To her Jesus said, I don't condemn you. John chapter 8 verse 11. യോഹന്നാൻ 8:11 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവളോട് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. That doesn't mean I condone your adultery. അതിന്റെ അർത്ഥം ഞാൻ നിന്റെ വ്യഭിചാരത്തെ അതിന് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. That's serious what you did. നീ ചെയ്തത് ഗൗരവമായ പാപം തന്നെയാണ്. I don't condemn you to hell. ഞാൻ നിന്നെ നരകത്തിലേക്ക് നീ പോകണമെന്ന് ഞാൻ നിന്നെ കുറ്റം വിധിച്ച് തള്ളുന്നില്ല. Don't do it again. നീ അത് ചെയ്യരുത്. See, ആവർത്തിക്കരുത്. that is the gospel. അതാണ് സുവിശേഷം. But to the Pharisees he said, എന്നാൽ പരീശന്മാരോട് അവൻ പറഞ്ഞത്, in Matthew 23, മത്തായി 23 how can you escape the damnation of hell? നിങ്ങൾക്ക് എങ്ങനെയാണ് നരകത്തിന്റെ ശിക്ഷാവിധി എങ്ങനെ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ? Even though you have not committed adultery. നിങ്ങൾ വ്യഭിചാരം ചെയ്തിട്ടില്ല എങ്കിലും. Because you are proud. കാരണം നിങ്ങൾ നിഗളികളാണ്. This woman is humble. ഈ സ്ത്രീ താഴ്മയുള്ളവളാണ്. Learn this one lesson, my brothers and sisters. പ്രിയ സഹോദര സഹോദരി, ഈ ഒറ്റ കാര്യം നീ പഠിക്കുക, നീ മനസ്സിലാക്കുക. The wide gate is the gate by which proud people walk. നിഗളികളായ ആളുകൾ നടക്കുന്നത് വിശാലമായ ഈ വാതിലിലൂടെയാണ്. The narrow gate is the ones who want to be small like the amoeba and can go in and out of the needle's eye easily. അമീബയെ പോലെ ചെറിയവരായി തീർന്ന് ഈ സൂചിക്കുഴയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാൻ കഴിയുന്നവരാണ് താഴ്മയുള്ളവർ. And all of you know what you think about yourselves. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. There are a few who are small in their own eyes. തങ്ങളുടെ കണ്ണിൽ തന്നെ ചെറിയവരായ ചില ആളുകൾ ഇവിടെയുണ്ട്. Even if God blesses them much, അവരെ ദൈവം വളരെയധികം അനുഗ്രഹിച്ചാലും, or uses them much, അവരെ ദൈവം വളരെയധികം ഉപയോഗിച്ചാലും, they remain small in their own eyes. അവരുടെ കണ്ണിൽ അവർ ചെറിയവരായി തുടരുന്നു. Because they know that apart from God they can do nothing. കാരണം ദൈവത്തെ കൂടാതെ അവർക്കൊന്നും കഴിയുകയില്ല എന്നവർക്കറിയാം. It's one simple truth that will keep us humble for the rest of our life. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം നമ്മെ താഴ്മയിൽ സൂക്ഷിക്കുവാൻ ഉതകുമാറ് നമ്മെ സഹായിക്കുന്ന ഒരു സത്യമാണ്. What Jesus said in John 15 verse 5. യോഹന്നാൻ 15 5 വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, apart from me you can do nothing. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. Just like a branch cannot bear fruit apart from the tree. ആ വൃക്ഷത്തിൽ നിന്നല്ലാതെ ഒരു ശാഖയ്ക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ലാത്തതുപോലെ. In those days he spoke about the vine. If he was talking in Kerala, he spoken about mango trees. അന്ന് മുന്തിരി വള്ളിയെ കുറിച്ചാണ് അന്ന് യേശുക്രിസ്തു സംസാരിച്ചത്. കേരളത്തിലായിരുന്നെങ്കിൽ മാവിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. Jesus would have said, just like a branch in a mango tree cannot produce fruit without the mango tree. ഒരു മാവിന്റെ ശാഖയ്ക്ക്
മാവിന്റെ തടിയിൽ നിന്നുമുള്ള തടി കൂടാതെ ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ you can't produce fruit without me. നിങ്ങൾക്കും എന്നെ കൂടാതെ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയില്ല. Think of a branch, if a mango tree. ഒരു മാവിന്റെ ശാഖയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. You ask, how do you produce so many mangoes? ആ ശാഖയോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ശാഖയെ നീ എങ്ങനെയാണ് ഇത്രയധികം മാമ്പഴം ഉണ്ടാക്കിയത്? I don't know, the tree just flows through me and produces the mangoes. ശാഖ പറയും, എനിക്കറിയില്ല, ഈ മരം എന്നിലേക്ക് അതിന്റെ രസത്തെ ഒഴുക്കി ഈ പ്രകാരം മാങ്ങ ഉണ്ടാവുന്നു. So you tell that branch, well, you've been producing mangoes for 30 years now. Can't you now pull out of the tree and start an independent ministry? അപ്പോൾ ഈ ശാഖയോട് ചോദിക്കുന്നു, കഴിഞ്ഞ 30 വർഷമായിട്ട് നിങ്ങൾക്ക് ഈ പ്രകാരം ഇങ്ങനെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി നിങ്ങൾക്ക് ഈ മരത്തിൽ നിന്ന് വേർപെട്ട് നിങ്ങൾക്ക് തനിയെ ഒരു ശുശ്രൂഷ ആരംഭിച്ചുകൂടെ? He says, no. ഇല്ല, എനിക്ക് അങ്ങനെ പറ്റില്ല. The moment I get cut off from the tree, the end of all mangoes. ഞാൻ ഈ മരത്തിൽ നിന്നും ഞാൻ വേർപെട്ട് കഴിഞ്ഞാൽ എന്റെ എല്ലാ ഫലവും നഷ്ടപ്പെടും. But you got 30 years experience. എന്നാൽ നിങ്ങൾക്ക് 30 വർഷത്തെ അനുഭവ പരിചയമില്ലേ? Well, he'd say, even if I got 50 years experience, I got to be in the tree. എനിക്ക് 50 വർഷം പരിചയമുണ്ടെങ്കിലും ഞാൻ ആ മരത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ എനിക്ക് ഫലം കൊടുക്കാൻ കഴിയൂ. That is the humility of a branch. ഒരു ശാഖയുടെ താഴ്മ അതാണ്. If you have that, my brother, sister, you'll be safe for eternity. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് ഈ താഴ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ നിത്യതയോളം നിങ്ങൾ സുരക്ഷിതരായിരിക്കും. But it's very difficult for people to be like that. എന്നാൽ ആളുകൾക്ക് അപ്രകാരം താഴ്മയിൽ വസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. The easiest thing in the world for God to do is to create the universe. ദൈവത്തെ സംബന്ധിച്ചോളം ഈ ലോകത്തിൽ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം ഈ യൂണിവേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. All the stars, the planets, everything, earth, everything in it, one word, it's all done. ഒറ്റ വാക്കുമൂലം സൗരയൂഥത്തിലെ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിന് ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിക്കും. It was the easiest thing in the world for God to do. ലോകത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യം ഇതാണ്. What is the most difficult thing for God to do? എന്നാൽ ദൈവത്തിന് ചെയ്യുവാനായിട്ട് കഴിയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം? The most difficult thing for Almighty God to do. ദൈവത്തിന് ചെയ്യുവാൻ ദൈവത്തിന് ഏറ്റവും പ്രയാസകരമാണെന്നറിയാം. To bless a man and then to keep him humble. ഒരു വ്യക്തിയെ അനുഗ്രഹിച്ച ശേഷം അവനെ താഴ്മയിൽ സൂക്ഷിക്കുക എന്നുള്ളത് അത് വളരെ പ്രയാസകരമാണ്. To use a man mightily and then keep him humble. വളരെ ശക്തമായിട്ട് ഒരു വ്യക്തിയെ ഉപയോഗിക്കുക, എന്നിട്ടും അതിനെ തുടർന്നും അവനെ താഴ്മയിൽ സൂക്ഷിക്കുക. I mean, man or woman, same thing. അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ആരാണെങ്കിലും. Don't you see that in your own life? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നില്ലേ? Don't you see some of you may be businessmen and God has prospered your business? നിങ്ങളിൽ ചിലരൊക്കെ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങളുടെ ബിസിനസിനെ ദൈവം അനുഗ്രഹിച്ചു. And other people around you are not doing so well. നിങ്ങളുടെ ചുറ്റിനുമുള്ള മറ്റാളുകൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇത്ര നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നില്ല. You secretly congratulate yourself as to how smart you are. നിങ്ങൾ രഹസ്യമായി നിങ്ങളെ തന്നെ അഭിനന്ദിക്കുന്നു, ഞാൻ എത്ര മിടുക്കനാണ്. You could have been born with a mental defect when you were born and have been useless all your life. നിങ്ങൾ ജനിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രയാസത്തിലൂടെ നിങ്ങൾ ജനിച്ച് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഒരു പ്രയോജനമറ്റവനായി നിങ്ങൾക്ക് ആയിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. Or if your mother accidentally dropped you and you got a head injury, you wouldn't be doing all that business today. അല്ലെങ്കിൽ അറിയാതെ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ താഴെ പോവുകയോ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് ഒരു മുറിവ് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യുന്നത് പോലെ ബിസിനസ് ഇപ്രകാരം ഐശ്വര്യമായിട്ട് ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. What do you have that God did not give you? ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്താണുള്ളത്? Intelligence, ബുദ്ധിയാണോ? health, ആരോഗ്യം. You could have died when you're 10 years old. 10 വയസ്സുള്ളപ്പോൾ നിങ്ങൾ മരിക്കാമായിരുന്നല്ലോ. Brothers and sisters, it's good to remain humble. സഹോദരന്മാരെ സഹോദരിമാരെ, താഴ്മയിൽ വസിക്കുക എന്നത് നല്ല കാര്യമാണ്. To always remain small in our own eyes. നമ്മുടെ കണ്ണിൽ എപ്പോഴും ചെറിയവരായിട്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. That is the greatest secret of the Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അതാണ്. The other requirement is honesty. രണ്ടാമത്തെ
ആവശ്യം അത് The സത്യസന്ധതയാണ്. Bible often speaks about walking in the light in the New Testament. പുതിയ നിയമത്തിൽ നാം പലപ്പോഴും വായിക്കുന്ന ഒരു പ്രയോഗം വെളിച്ചത്തിൽ നടക്കുക To എന്നുള്ളത്. come into the light means I don't want to hide anything. വെളിച്ചത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കുന്നില്ല. See, most of the dirty sins are committed in the darkness. പല അശ്ലീലമായ പാപങ്ങളും അത് രഹസ്യത്തിലാണ് ആളുകൾ You ചെയ്യാറുള്ളത്. know, a thief wants to go and steal in the darkness. കള്ളൻ മോഷ്ടിക്കാനായിട്ട് പോകുന്നത് ഇരുട്ടിലാണ്. No, he doesn't like somebody shining a torch there when he's stealing something. അവൻ എന്തെങ്കിലും മോഷ്ടിക്കുമ്പോൾ അവിടേക്ക് ആരെങ്കിലും ഒരു ടോർച്ച് അടിക്കുന്നത് അവന് ഇഷ്ടമല്ല. Murder, all sins people like to do covered and hidden from people. കൊലയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പാപമോ ആയിക്കൊള്ളട്ടെ ആളുകളിൽ നിന്നും മാറി മറഞ്ഞ് രഹസ്യമായിട്ട് ചെയ്യുവാൻ ആളുകൾ That's why താല്പര്യപ്പെടുന്നു. the devil is called the prince of darkness. അതുകൊണ്ടാണ് ഇരുട്ടിന്റെ അധിപതി എന്ന് പിശാചിനെ വിളിക്കുന്നത്. The first step of walking in the light is to be honest. വെളിച്ചത്തിൽ നടക്കുന്നതിന്റെ ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് സത്യസന്ധരായിരിക്കുക എന്നുള്ളത്. That's what the woman caught in adultery did. She admitted. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ചെയ്തത് അതാണ്. അവൾ സമ്മതിച്ചു. That's what that crooked tax collector Zacchaeus admitted. കാപട്യക്കാരനായ ടാക്സ് കളക്ടറായ സഖായി അപ്രകാരം അവൻ സത്യസന്ധതയോടുകൂടി അവന്റെ തെറ്റിനെ He സമ്മതിച്ചു. said, Lord, I've cheated people and I must give it back. അവൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ട്, എനിക്കത് തിരിച്ചു കൊടുക്കണം. And I will give it back with interest, 4 times what I took. ഞാൻ എടുത്തതിന്റെ 4 മടങ്ങ് ഞാൻ തിരികെ കൊടുത്തുകൊള്ളാം. And Jesus said in Luke 19, salvation has come to this house. ലൂക്കോസ് 19 അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഈ ഭവനത്തിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു. It's a wonderful thing when Jesus can say salvation has come. രക്ഷ വന്നു എന്ന് യേശുക്രിസ്തു പറയുക എന്നുള്ളത് അത്ഭുതകരമായ ഒരു For കാര്യമാണ്. you to say about yourself, yeah, salvation has come to me is another thing. രക്ഷ എനിക്ക് വന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്നത് മറ്റൊരു കാര്യമാണ്. But when Jesus says it, it's the real thing. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമാണ്. And I want Jesus to say about me, salvation has come to this man. ഈ മനുഷ്യന് രക്ഷ വന്നു എന്ന് യേശുക്രിസ്തു എന്നോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. And he will say that if you're honest like Zacchaeus. സക്കായിയെ പോലെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ദൈവം നിങ്ങളോടും അപ്രകാരം പറയും. Honesty and humility are like twins. താഴ്മയും സത്യസന്ധതയും താഴ്മയും ഇരട്ട കുട്ടികളെ പോലെയാണ്. They always go together. അത് രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. Honest people are humble and humble people are honest. സത്യസന്ധതയുള്ള ആളുകൾ അവർ താഴ്മയുള്ളവരാണ്, താഴ്മയുള്ള ആളുകൾ അവർ സത്യസന്ധതയുള്ളവരാണ്. When there's pride, there's always dishonesty. They are also twins, pride and dishonesty. നിഗളം, അസത്യം, ഇത് രണ്ടും അവരും ഇരട്ട കുട്ടികളെ പോലെയാണ്. So they always go together. നിഗളവും അസത്യവും അതും ഒന്നിച്ചാണ് പോകുന്നത്. So I hope you have understood something about God's ways today. ഇന്ന് ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ ചിന്തിക്കുന്നു. The ones who go through the narrow gate and the narrow way that leads to life. ജീവങ്കിലേക്ക് നയിക്കുന്ന ഇടുക്ക് വാതിലിലൂടെയും ഞെരുക്കമുള്ള വഴിയിലൂടെയും പോകുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ And പറഞ്ഞത്. those who determine consistently, I will always be honest with God. ഞാൻ എപ്പോഴും തുടർമാനമായി ദൈവത്തോട് ഞാൻ സത്യസന്ധതയുള്ളവനായിരിക്കും. We don't have to confess all our sins to men. No. നമ്മുടെ എല്ലാ പാപങ്ങളും നാം മനുഷ്യരോട് ഏറ്റുപറയണമെന്നല്ല. But we must confess it to God and be honest. എന്നാൽ നാം ദൈവത്തോട് ഏറ്റുപറയുകയും ദൈവത്തിന്റെ മുമ്പാകെ സത്യസന്ധതയുള്ളവരായിരിക്കുകയും ചെയ്യണം. We must not pretend before men that we are more spiritual than we really are. ആളുകളുടെ മുമ്പാകെ നാം ആയിരിക്കുന്നതിലും അധികം ആത്മീകരാണ് എന്നുള്ള ധാരണ കൊടുക്കുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. That is dishonesty. അത് അസത്യമാണ്. That is pride. അത് നിഗളമാണ്. God will resist you. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ എതിർത്തു നിൽക്കും. So determine in your life, I'm going to be totally honest before God. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക, ദൈവമേ, ഞാൻ എന്റെ ജീവിതത്തിൽ സത്യസന്ധതയുള്ളവനായിരിക്കും. I'm not going to pretend before people that I'm more spiritual than I really am inside. എന്റെ ഉള്ളിൽ ഞാൻ ആയിരിക്കുന്നതിലും അധികം ആത്മീയനാണ് എന്നുള്ള ഒരു ധാരണ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയില്ല. See, none of you can pretend before your wife that you're more spiritual than you really are. നിങ്ങളുടെ ഉള്ള ആത്മീയതയേക്കാൾ കൂടുതൽ ഒരു ആത്മീയനാണ് എന്ന് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പാകെ പോയി നിങ്ങൾക്ക് അഭിനയിക്കുവാൻ കഴിയുമോ? No. അങ്ങനെ കഴിയുകയില്ല. I heard of a preacher who was once preaching fantastic things. വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസംഗനെ കുറിച്ച് ഞാൻ ഇപ്രകാരം Very high കേട്ടിട്ടുണ്ട്. standards. അദ്ദേഹം വളരെ ഉന്നതമായ കാര്യങ്ങളാണ് പറയുന്നത്. And his wife was sitting there. തന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. And he said, John, don't forget I'm sitting here. I'm listening to what you're saying. ഭാര്യ പറഞ്ഞു, ജോൺ, താങ്കൾ പറയുന്നത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുകൊണ്ട് സംസാരിക്കല്ലേ. So, we can't pretend before our wives. They know us as we really are.
നാം ആയിരിക്കുന്നവണ്ണം നമ്മെ അറിയുന്നവരാണ് നമ്മുടെ ഭാര്യമാർ. അവരുടെ മുമ്പാകെ നമുക്ക് അഭിനയിക്കുവാനായിട്ട് കഴിയുകയില്ല. And your husbands. മാത്രമല്ല നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ Don't pretend to be more spiritual than you are before anybody. ആരുടെ മുമ്പിലും നിങ്ങളുടെ ഉള്ള അവസ്ഥയെക്കാട്ടിലും കൂടുതൽ ഒരു ആത്മീയനാണ് എന്നുള്ള ധാരണ കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. And remain humble. അത് മാത്രമല്ല താഴ്മയിൽ, small in your own eyes. നിങ്ങളുടെ കണ്ണിൽ ചെറിയവരായിരിക്കുക. Recognizing everything I have is a gift of God. എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ താഴ്മയിൽ വസിക്കുക. And I want to give God all the credit for it. എനിക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും അതിനുള്ള മഹത്വം ദൈവത്തിന് കൊടുക്കുവാനുള്ള ആഗ്രഹത്തോടെ. Just like that humble branch gives the tree credit for all the mangoes that come from that branch. താഴ്മയുള്ള ശാഖ തന്നിലൂടെ പുറപ്പെടുന്ന എല്ലാ മാമ്പഴത്തിന്റെയും ക്രെഡിറ്റ് ആ മരത്തിന് കൊടുക്കുന്നത് പോലെ, മാവിന് കൊടുക്കുന്നത് പോലെ. That is how we must give all the glory to God. അങ്ങനെയാണ് നാം എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നത്. That is the narrow way that leads to life. അതാണ് ജീവങ്കിലേക്ക്, നിത്യജീവങ്കിലേക്ക് പോകുന്ന ഇടുക്കമുള്ള വഴി. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, help us to take seriously everything we have heard. ഞങ്ങൾ കേട്ട എല്ലാ കാര്യങ്ങളെയും ഗൗരവമായിട്ട് എടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. For these are the matters of eternal life. ദൈവമേ, നിത്യജീവനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണല്ലോ ഞങ്ങൾ കേട്ടത്. We humbly ask in Jesus' name. താഴ്മയോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. ആമേൻ.